ആൻഡമാനിലെ ദ്വീപിലെ കൽഭിത്തികളെ സ്വന്തം ആത്മരക്തം കൊണ്ട് ജ്വലിപ്പിക്കുന്ന ദേശസ്നേഹമാക്കി മാറ്റിയ എല്ലാവരുടെയും പ്രിയപ്പെട്ട രാജ്യസ്നേഹിയായി മാറിയ വിനായക് ദാമോദർ സവർക്കറിൻ്റെ സ്മൃതി ദിനമാണിന്ന്. അദ്ദേഹം ഓരോ ഭാരതീയൻ്റെയും മനസ്സിൽ കോറിയിട്ട ദേശസ്നേഹം അല്ലെങ്കിൽ ദേശീയത, അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് നമുക്കൊന്ന് നോക്കിയാലോ? സാവർക്കറെ പറ്റി ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്, അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം പറയുന്നുണ്ട്. ഞാനതിൽ ഈ ഒന്ന് രണ്ട് തെറ്റിദ്ധാരണകൾ തിരുത്തേണ്ടിയിരിക്കുന്നു. ഒന്ന്, സാവർക്കർ കടൽ നീന്തി എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. വാസ്തവത്തിൽ കടൽ നീന്തുകയായിരുന്നില്ല അത്, എന്നാൽ കടലിലായിരുന്നു താനും. അതായത് സാവർക്കറെ നാട് കടത്താനായിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഫ്രാൻസിൻ്റെ തീരത്ത് മാഴ്സൈൽസ് എന്ന തുറമുഖത്ത് ഈ കപ്പലടുപ്പിക്കുന്നു. അപ്പോൾ കപ്പലടുപ്പിക്കുമ്പോൾ ഈ അതിൻ്റെ കോൺക്രീറ്റ് ജെട്ടിയും കപ്പലും തമ്മിൽ അകലമുണ്ടാകും, ഒരു 12 അടിയോളം അകലമുണ്ടാകും. അപ്പോൾ സാവർക്കർ ചെയ്തത് കപ്പലിൻ്റെ ടോയ്ലറ്റിനൊന്ന് ഒരു റൗണ്ട് ഹോളുണ്ട്, വെൻറ്റിലേറ്ററുണ്ട്, അത് ഗ്ലാസും പിന്നെ അതിൻ്റെ ഗാസ്കറ്റും ഇട്ട് അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഗാസ്കറ്റ് ഊരിയിട്ട് ആ ഗ്ലാസ് ഇളക്കി, ചെറിയ കുറിയ മനുഷ്യനായിരുന്നു സാവർക്കർ, നീളം കുറവ്, മെലിഞ്ഞ്, ബട്ട് നല്ല ആരോഗ്യമുണ്ടായിരുന്നു, ഇന്നർ സ്ട്രെങ്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പിലൂടെ സാവർക്കർ പുറത്തേക്ക് ചാടി. അപ്പം അതൊരു ചലഞ്ചിങ് ചാട്ടമാണ്, കാരണം 12 അടിയേ ഉള്ളൂ ജെട്ടിയിൽ. ഏകദേശം 30 അടി പൊക്കത്തിലാണ് സാവർക്കർ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഗ്ലാസ് നിൽക്കുന്നത്. 20 അടിയാണ് അവിടെ ആഴം. അപ്പോൾ സാവർക്കർ നേരെ ജെട്ടിയിലേക്ക്, കോൺക്രീറ്റിലേക്ക് ചാടിക്കഴിഞ്ഞാൽ മരിക്കും. 30 അടി പൊക്കത്തിൽ നിന്ന് ഒരാളെന്ന് വെച്ചാൽ 3-ാം നിലയിൽ നിന്നുള്ള ചാട്ടമാണ്, സർവൈവ് ചെയ്യില്ല. അപ്പോൾ സർവൈവ് ചെയ്യാനായിട്ട് വെള്ളത്തിലേക്ക് ചാടണം. വെള്ളത്തിലേക്ക് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര താഴെ പോകും എന്ന് ഉറപ്പില്ല. 20 അടി ആണ് വെള്ളം, 20 അടി താഴെ വീണ്ടും കല്ലും കോൺക്രീറ്റും കട്ടയും ചെളിയൊക്കെ ആയിട്ട് അതിൽ പോയി തലയിടിച്ചാലും മരിക്കും. തല നേരെ താഴത്തേക്ക് പോവുകയും ചെയ്യും, കാരണം മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും വെയിറ്റുള്ള പോർഷൻ തലയാണ്. അതുകൊണ്ട് നമ്മൾ എവിടെ നിന്ന് എങ്ങനെ എടുത്ത് ചാടിക്കഴിഞ്ഞാലും മില്ലി സെക്കൻഡ്സ് കൊണ്ട് തല താഴെയായിട്ടായിരിക്കും ആൾ വന്ന് വീഴുക. അപ്പോൾ 1-ാം നിലയിൽ നിന്നൊക്കെ നമ്മൾ ചാടുകയാണെങ്കിൽ തല താഴാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ബോഡി ഫ്ലാറ്റായിട്ട് താഴെ വീഴും. ബട്ട് 2-ാം നില, 3-ാം നില, 4-ാം നിലയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെടുത്ത് ചാടുന്ന നിമിഷം ഈ തലയുടെ വെയിറ്റ് കൊണ്ട് തല താഴുകയും കാല് മുകളിലാകുകയും ചെയ്ത് അങ്ങനെയാണ് എല്ലാ മരണങ്ങളും സംഭവിക്കുന്നത്, തല പൊട്ടിയിട്ടാണ്. അപ്പോൾ തല താഴെയാകും എന്നുള്ളത് ഉറപ്പാണ്. താഴെ പോയി കഴിഞ്ഞാൽ ഇത് അടിയിൽ മുട്ടാനും പാടില്ല, തലയിടിക്കാനും പാടില്ല. സാവർക്കർ ചാടി ഈ വെള്ളത്തിൽ തലയിടിക്കാതെ തിരിച്ച് വന്നിട്ട് വെള്ളത്തിൽ പൊങ്ങിയിട്ട് ഈ ജെട്ടിയിൽ പിടിച്ച് പല്ലി കയറുന്ന പോലെ, അവിടെ ഗ്രിപ്പൊന്നുമില്ല, സംഭവം നെഞ്ചും 2 കാലും കൈയും ഒക്കെ കൊണ്ട് പല്ലി കയറുന്ന പോലെ ജെട്ടിയിലേക്ക് കയറി. ഇതാണ് ആ സംഭവം. കയറി. അപ്പം ഫ്രാൻസ് ആണല്ല, രാഷ്ട്രീയ അഭയം തേടി വന്ന ആളാണെന്ന് പോലീസുകാരനോട് പറഞ്ഞു. സാർജൻ്റ് എന്ന് പറയും, ഈ ജെട്ടിയിലൊക്കെ ഉണ്ടാകും. അവർ പിടിച്ചു നിർത്തി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്നെ രക്ഷിക്കണം, ഞാൻ ഇങ്ങനെ രാഷ്ട്രീയ അഭയം തേടി വന്ന ആളാണ്. പിന്നാലെ ബ്രിട്ടീഷ് പോലീസും ഓടി വന്നു. ബ്രിട്ടീഷ് പോലീസുകാർ അവരുടെയിലുള്ള ചില്ലറ ഈ ഫ്രഞ്ച് സാർജൻറ്റിന് കൈക്കൂലിയായിട്ട് കൊടുത്ത്, നീ ഇത് കേസാക്കാൻ, നീ ആളെ വിട്ട്. അങ്ങനെ സാവർക്കറെ പിടിച്ചുകൊണ്ടുപോയി. ഫ്രാൻസ് ഇത് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കേസായിട്ട് കൊടുത്തു. ഞങ്ങളുടെ നാട്ടിൽ വന്ന രാഷ്ട്രീയ അഭയം തേടിയ ആളിനെ
ബലം പ്രയോഗിച്ച് ഇംഗ്ലണ്ടുകാർ പിടിച്ചുകൊണ്ടുപോയി. പിടിച്ചുകൊണ്ടുപോയി. ആ കേസാണ് സാവർക്കർ കേസ് എന്ന് അറിയപ്പെടുന്നത്. ഇന്നും കേരളത്തിലെ സകല ലോ കോളേജിലും സാവർക്കർ കേസ് പഠിപ്പിക്കുന്നുണ്ട്. ആർക്കും ഈ സാവർക്കർ ആരാന്നറിയില്ല. പഠിപ്പിക്കുന്ന സാറിനും അറിയില്ല, പഠിക്കുന്ന പിള്ളേർക്കും അറിയില്ല. ഇൻ്റർനാഷണൽ കേസിൻ്റെ ഉദാഹരണമായിട്ട് ഇപ്പോഴും കേരളത്തിലെ ലോ കോളേജിൽ പഠിപ്പിക്കുന്നത് വിനായക് ദാമോദർ സാവർക്കറിൻ്റെ കേസാണ്. സാവർക്കർ കേസ് എന്ന് തലക്കെട്ടുണ്ട് അതിന്. ബട്ട് സ്റ്റിൽ ആർക്കും ഇത് സ്ട്രൈക്ക് ചെയ്യുന്നില്ല, ഏത് സാവർക്കർ എന്ന് നോക്കുന്നില്ല. ചിലപ്പോൾ ഇതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഇത് എടുത്തു മാറ്റാൻ വരെ പറയാം. അത് എടുത്ത് മാറ്റിക്കോട്ടെ. അവർക്ക് വേറൊരു കേസ് കിട്ടാനില്ല. കാരണം അത്യപൂർവ സംഭവങ്ങൾ. ആ കേസ് ഫ്രാൻസ് തോറ്റുപോയി കേട്ടോ. വാസ്തവത്തിൽ ന്യായമനുസരിച്ച് ഫ്രാൻസിന് അത് സാവർക്കറെ വിട്ടുകൊടുക്കേണ്ടതാണ്. ബട്ട് ഇൻ്റർനാഷണൽ കോടതി പറഞ്ഞു, കാര്യം ശരിയാണ്, നിങ്ങൾ ഉന്നയിക്കുന്ന ന്യായം ശരിയാണ്, പക്ഷേ നിങ്ങളുടെ സാർജൻറ്റ് തന്നെയാണ് ബ്രിട്ടീഷുകാർക്ക് ഇയാളെ കൈമാറുന്നത്. അപ്പം നിങ്ങളുടെ രാജ്യം തിരിച്ചു കൊടുത്തു എന്നർത്ഥം വരും. അവർ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ട് പോയി എന്നാണല്ലോ നിങ്ങളുടെ വാദം. ബലം പ്രയോഗിച്ചല്ല, നിങ്ങൾ സ്വമേധയാ തിരിച്ചു കൊടുത്തതാണ്. അപ്പം നിങ്ങളുടെ സാർജൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് തിരിച്ചു കൊടുത്തു ഇംഗ്ലണ്ടിന്. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു പോയിൻ്റ് ഇല്ല. അങ്ങനെ ചെറിയൊരു സാങ്കേതികതയുടെ പേരിൽ, അല്ലെങ്കിൽ സാവർക്കറുടെ ചരിത്രം വേറൊന്നാകുമായിരുന്നു. സാവർക്കർ ആൻഡമാനിൽ പോവില്ല, ഫ്രാൻസിൽ താമസിക്കും. അപ്പോൾ ഫ്രാൻസ് എന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ആൾക്കാരാണ് ഫ്രാൻസ്. ബട്ട് എന്ത് ചെയ്യാനാണ്, ഡെസ്റ്റിനി വേറൊന്നായിരുന്നു. പിന്നെ സാവർക്കറെ ആൻഡമാനിൽ കൊണ്ടുപോയി. ഈ ആൻഡമാനെ പറ്റിയും പലർക്കും പല ധാരണയുണ്ട്. സാവർക്കർക്ക് നാടുകടത്തൽ, 2 നാടുകടത്തലായിരുന്നു ശിക്ഷ. ഡീപ്പോർട്ടേഷൻ എന്ന് പറയും. സാവർക്കറെ നാടുകടത്തി. ഒരു ഡീപ്പോർട്ടേഷൻ 25 വർഷമാണ്. അപ്പോൾ 2 നാടുകടത്തൽ എന്ന് പറയുമ്പോൾ 50 വർഷം. 50 വർഷം ആൻഡമാൻ ജയിലിൽ കിടക്കണം. ഇതാണ് എല്ലാവരുടെയും ധാരണ. ബട്ട് ആൻഡമാനിൽ അങ്ങനെയല്ല. ആൻഡമാനിൽ ജയിലിൽ കിടക്കുകയല്ല ആൾക്കാർ ചെയ്യുന്നത്. ആൻഡമാനിലെ കാലാപാനി എന്ന് പറയുന്ന ആ ജയിലിൽ ഈ കൊടും കുറ്റവാളികളെ, അവരുടെ കൂട്ടത്തിലാണ് സാവർക്കർ പെടുന്നത്. സാവർക്കർക്ക് ഒരു മാല പോലെ ഇട്ട് സ്ക്വയറിലിവിടെ ഡി എന്ന് പറഞ്ഞു, ഡേഞ്ചറസ് എന്നുള്ള അർത്ഥമാകുന്ന ഡി മാർക്ക് ചെയ്താണ് സാവർക്കർ. അപ്പോൾ 3 മാസം ഏകാന്ത തടവാണ്. ഒറ്റ റൂമിൽ ആരുമായിട്ടും ഒരക്ഷരം മിണ്ടാൻ പറ്റാതെ. രാത്രിയാണോ പകലാണോ എന്നറിയാൻ ചെറിയൊരു വെൻറ്റിലേറ്റർ ഉണ്ട്. ഭക്ഷണം അടിയിലെ ഒരു ചെറിയ ഫ്ലാപ്പ് തുറന്നിട്ട് ഭക്ഷണം അകത്തേക്ക് തള്ളും. ആ ഫ്ലാപ്പ് അകത്തുനിന്ന് തുറക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. മലമൂത്ര വിസർജനത്തിനായിട്ട് ഒരു കുടം വെച്ചിട്ടുണ്ട്, അതിലാണ്. മറ്റ് ആരുമായിട്ടും ഒരു ബന്ധവുമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നിലവിളിച്ചാൽ പോലും ആരും കേൾക്കില്ല. 3 മാസം ഏകാന്ത തടവ്. അത് കഴിഞ്ഞിട്ട് കഠിന തടവ്. കഠിന തടവിൻ്റെ സമയത്ത് ജോലി ചെയ്യണം. കൈകൊണ്ട് തേങ്ങ പൊതിക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ട ജോലി. അപ്പോൾ ഇങ്ങനെ 3 വർഷം കഴിഞ്ഞാൽ ഇയാളെ ആൻഡമാനിൽ തുറന്നു വിടും. ആൻഡമാൻ ദ്വീപിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കൃഷിയോ കാര്യമോ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. ഇതാണ് ആൻഡമാനിലെ തടവ്. അല്ലാതെ സാധാരണ നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവ്, ജീവപര്യന്തം അല്ലെങ്കിൽ 10 വർഷം 14 വർഷം അവിടെ ജയിലിൽ കിടക്കണമല്ല. ഇവിടെ അങ്ങനെയല്ല, 3 വർഷം കിടക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങളെ തുറന്നു വിടും. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും മെയിൻലാൻഡിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അവർക്ക് വേണ്ടത് ഒരിക്കലും ഇന്ത്യയിലേക്ക് തിരിച്ചു വരരുതല്ലോ. അതെ, ഭാരതത്തിൽ വന്നാലുള്ള പ്രശ്നമാണ് നാട് കിടത്തുന്നത്. ഇപ്പോൾ 1921 നമ്മളുടെ മാപ്പിള ലഹള, അതിൽപ്പെട്ട കുറ്റവാളികൾ ധാരാളം പേര് ആൻഡമാനിലേക്ക് നാട് കടത്തപ്പെട്ടിരുന്നു. അവരൊക്കെ ഉണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആൻഡമാനിൽ ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പെരിന്തൽമണ്ണ, മഞ്ചേരി, അങ്ങോട്ടൊക്കെ ബസ്സുണ്ട് ആൻഡമാനിൽ പോയി കഴിഞ്ഞാൽ. അത് വരാൻ കാര്യം ഈ ടീമിനെയൊക്കെ നാട് കടത്തിയത്. ഇപ്പോൾ സാവർക്കറുടെ കേസിൽ സംഭവിച്ചത് 3 വർഷം കഴിഞ്ഞപ്പോൾ സാവർക്കറെ തുറന്നു വിട്ടില്ല. തുറന്ന് അവിടെ വിടണ്ടേ, സാവർക്കർ അവിടെ ജീവിച്ചോണ്ട്. സാവർക്കറെ തുറന്നു വിട്ടില്ല. ഇതായിരുന്നു പ്രശ്നം. തുറന്നു വിടാതിരിക്കാൻ കാര്യം എന്താ? ബ്രിട്ടീഷുകാർ പറഞ്ഞു, ഈ 12 അടി ഗ്യാപ്പിൽ ഈ സർക്കസ് കാണിച്ച ആൾ
ഈ ഗ്യാപ്പില്ലാത്ത സ്ഥലത്ത് എന്തായിരിക്കും ചെയ്യുക? അവിടെ 4 പാടും കടലാണ്, ദ്വീപാണില്ല. ഇദ്ദേഹത്തിന് കടലിൽ ഡൈവ് ചെയ്യാനുള്ള സാമർഥ്യം ഉണ്ടെങ്കിൽ നീന്തുക എന്ന് പറയുന്നത് നിസ്സാരമാണ്. നീന്തുക നമുക്കൊക്കെ ചെയ്യാൻ പറ്റും. സ്വിമ്മിംഗ് പൂളിൽ സേഫ് വാട്ടറിൽ കൈയും കാലും വിട്ടടിച്ച്, അതാണ് നീന്തൽ, നിസ്സാരമാണ്. ഡൈവിങ് അങ്ങനെയല്ല, നിങ്ങൾക്കൊരു കാൽക്കുലേഷനും ഒക്കെ ഉള്ളു. അപ്പോൾ ഡൈവ് ചെയ്യുന്ന ആളിന് നീന്താൻ പറ്റും, പക്ഷെ നീന്തുന്ന എല്ലാവർക്കും ഡൈവ് ചെയ്യാൻ പറ്റില്ല. സ്വിമ്മിംഗ് പൂളിൽ പോലും ആ പലകപ്പുറത്ത് കയറുന്ന ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ താഴെ പോയി തലയിടിച്ച് ചത്തുപോകും. ഡൈവിങ് ഒരു സ്കില്ലാണ്, നീന്തലും ഒരു സ്കില്ലാണ്, ബട്ട് ലോവർ ലെവൽ സ്കില്ലാണത്. അപ്പോൾ ഡൈവിങ് അറിയാവുന്ന ആളിന് നമ്മൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെട്ടാൽ എന്ത് ചെയ്യും? അത് കൂടാതെ ഈ ജർമ്മനി, ഫ്രാൻസ്, ഇവരൊക്കെ സാവർക്കറിനെ അനുകൂലിക്കുന്ന ആൾക്കാരാണ്. അവരാരെങ്കിലും ഒരു കപ്പലുമായിട്ട് പുറംകടലിൽ വന്നാൽ സാവർക്കർ നീന്തി അപ്പുറത്തേക്ക് എത്ര നേരം നമ്മൾ ഇവരുടെ വാച്ച് ടവറൊക്കെ ഉണ്ട്, ഇങ്ങനെ ബൈനോക്കുലസൊക്കെ. ബട്ട് സാവർക്കർ സമർത്ഥനാണ്, രക്ഷപ്പെട്ട് കളയും. അതുകൊണ്ട് സാവർക്കർ ഇവർ ജയിലിൽ നിന്ന് വിട്ടില്ല. സാവർക്കറുടെ ആവശ്യം എൻ്റെ ശിക്ഷയിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷയെ എനിക്ക് തരാവുള്ളൂ, അതിൽ കൂടുതലാണ് ഇപ്പോൾ എനിക്ക് തരുന്നത്. സോ സെൻഡ് മീ ഔട്ട്. അത് ന്യായമല്ലേ? അതുപോലെ എല്ലാവർക്കും പൊതുമാപ്പ് നിത്താഖാത്തൊക്കെ കൊടുക്കും, സാവർക്കർക്ക് കൊടുക്കുന്നില്ല. സാവർക്കറാണ് ബാക്കിയുള്ളവരുടെ മാപ്പപേക്ഷയൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്, സാവർക്കറാണ്. കൂടെ സാവർക്കറുടെയും വയ്ക്കും. 41 പേരുടെ ഇത് അപേക്ഷ കൊടുത്തു, ആർക്കും കൊടുക്കുന്നില്ല. സാവർക്കർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ അപേക്ഷ വിഡ്രോ ചെയ്യാം, ബാക്കി 40 പേർക്ക് കൊടുക്കുന്നു. സാവർക്കറുടെ വിഡ്രോ ചെയ്തു, ബാക്കി 40 പേർക്ക് അവർ കൊടുത്തു, പൊതുമാപ്പ് കൊടുത്ത് വിട്ടു. സാവർക്കറെ വിടില്ല, എന്ത് ചെയ്താൽ. അത് ജയിലിനുള്ളിൽ നിന്ന് ആൻഡമാൻ ദ്വീപിൽ ഇറക്കി വിടണ്ടേ, അതും ചെയ്യുന്നില്ല. ദാറ്റ് വാസ് ഹിസ് സഫറിങ്. ബ്രിട്ടീഷുകാർ ഇത്രയും പേടിച്ചൊരു എന്താ പറയുക, ദേശസ്നേഹി ഉണ്ടായിരുന്നില്ലായിരിക്കും. അവർ പേടിച്ചിരുന്നു. സാവർക്കറുടെ ആദ്യത്തെ ഈ പൊതുമാപ്പ് അപേക്ഷ കൊണ്ടുള്ള കത്തിൽ അതിൻ്റെ സൈഡിൽ അതിൻ്റെ സർജൻ എഴുതിയിരുന്നു, ലവലേശം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളല്ല ഇയാൾ, ഇയാൾ പല വാക്കും തരും. സാവർക്കർ ആ ടൈപ്പായിരുന്നു കേട്ടോ. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സാവർക്കർ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ വീരസ്യം പറഞ്ഞൊന്നും സ്വാതന്ത്ര്യം കിട്ടില്ല. ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ലേ, ഒരു ത്രിവർണ്ണ പതാക നിലത്തിട്ടിട്ട് അതിൽ തുപ്പടാന്ന് പറയുന്നു. ഏയ് ഞാൻ തുപ്പില്ല, തുപ്പിയാൽ നിന്നെ വിടാം, തുപ്പിയില്ലെങ്കിൽ നിന്നെ വെടിവെച്ച് കൊല്ലും, ഞാൻ തുപ്പില്ല, വെടിവെച്ച് കൊന്നാലും ശരി ഞാൻ തുപ്പില്ല. ഒരു വെടിവെക്കുന്നു, ഇയാൾ ചാവുന്നു. സാവർക്കർ പറയുന്നത് വാട്ട് എ ഫൂളിഷ്നെസ്, അതിൽ തുപ്പ്, അതിൽ തുപ്പിട്ട് നീ പോയി നിൻ്റെ കൂട്ടുകാരെ 10-40 പേര് വിളിച്ചുകൊണ്ട് നീ ക്യാമ്പ് അങ്ങോട്ട് ആക്രമിച്ചില്ലാതെ ആക്കണം പോട്ടൻ. ഇപ്പം സാവർക്കർ ഇതുപോലത്തെ സിംബലിസത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ സിനിമയിൽ കാണുന്നതല്ലേ. ഞാൻ മതപരിവർത്തനം ചെയ്താൽ നിങ്ങളെ വിടാം എന്ന് പറയുന്നു. ശരി, പരിവർത്തനം ചെയ്ത് വിടാൻ പറയാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഹിന്ദു ആയ പോരെ, എന്തിനാ പൊട്ടൻ്റെ തല്ലുകൊണ്ട് ചാവുന്നത്? ഇതാണ് സാവർക്കറുടെ ബേസിക് ചോദ്യം. ഈ നിങ്ങൾ ഈ വേണ്ടാത്ത സിംബലിസത്തിൻ്റെ പിന്നാലെ പോയിട്ട് ഇങ്ങനെയൊന്നും ജീവൻ കളയരുത്. ജീവൻ കളയാൻ വളരെ എളുപ്പമാണ്, രാഷ്ട്രത്തിന് വേണ്ടി മരിക്കാൻ വളരെ എളുപ്പമാണ്. ബ്രിട്ടീഷുകാരൻ്റെ ഡിസ്ട്രിക്ട് കളക്ടറുണ്ട്, അവിടെ പോയിട്ട് അയാൾ 4 തെറി പറയുക, അയാളുടെ ഗാർഡ് നിങ്ങളെ വെടിവെക്കും, നിങ്ങൾ ചാവും. സ്വാതന്ത്ര്യ സമരത്തിൽ അമർ രഹേ എന്നൊക്കെ പറയും. വാട്ട് യൂസ്? അപ്പോൾ അതിനൊന്നും പോകരുത്. രാജ്യത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ഇത് ബ്രിട്ടീഷുകാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. രാജ്യത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് ഏത് കളവും ഏത് തന്ത്രവും എന്തും സാവർക്കർ ചെയ്യും. ഇതവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് സാവർക്കർ എഴുതി തന്നതൊന്നും വിശ്വസിക്കരുത്. അങ്ങനെ എപ്പോൾ വേണമെങ്കിലും അത് മാറ്റും. അങ്ങനെ ഒരേ ഒരു താല്പര്യമുള്ളൂ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. അതിന് വേണ്ടിയിട്ട് എന്ത് കളവും പുള്ളി പറയും. അതായത് ഈ പേഴ്സണൽ നന്മ അത് രാഷ്ട്രത്തിൻ്റെ തിന്മയായിട്ട് മാറുന്ന നിമിഷങ്ങളുമുണ്ട്. അവിടെ ഒന്നും സാവർക്കർ കോംപ്രമൈസ് ചെയ്യില്ല. നമ്മൾ ഹീറോ ആയിട്ട് എപ്പോഴും കാണുന്നത് ത്യാഗം ചെയ്ത ആൾ, രക്തസാക്ഷി എന്നൊക്കെ പറയില്ല. രക്തസാക്ഷിയെ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു സമാജത്തിൻ്റെ ചുമതല. രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ വളരെ എളുപ്പം പിള്ളേരെ പറഞ്ഞ് ചാട്ടാക്കേറ്റിട്ട് ഇറക്കി വിടുക, പോലീസുകാരുടെ വെടികൊണ്ട് അവർ ചാവുക. എന്ത് പ്രയോജനം? ഗുരുജി ഗോൾവൽക്കറിൻ്റെ ഒരു
വിഖ്യാതമായ വരികളുണ്ട്. ജിതാത്മ അനുകരണീയ, ഹുതാത്മ ആദരണീയ. രക്തസാക്ഷി ആദരണീയനാണ്, പക്ഷേ വിജയിച്ചവനാണ് അനുകരണീയൻ. മറ്റേയാൾ ആദരണീയനാണ്, മരിച്ചു, പാവം, നമ്മൾ ആദരിക്കുന്നു. ജയിച്ചവനുണ്ടല്ലോ, മരിക്കാതെ ജയിച്ചവൻ, അവനെ വേണം അനുകരിക്കാൻ. ഗോദ്രജിൻ്റെ ഒരു ആത്മകഥയുണ്ട്, അതിന് അദ്ദേഹം ഇട്ടിരിക്കുന്ന പേര് ജിതാത്മ എന്നാണ്, ഹുതാത്മ എന്നല്ല. ജയിച്ചവനാണ് ഗോദ്രജ്. അപ്പം ജയിച്ചവനായിരിക്കണം നമ്മളുടെ മോഡൽ, വർക്കിംഗ് മോഡൽ ജയിച്ചവനായിരിക്കണം. മരിച്ചവൻ ഓഫ് കോഴ്സ് മരിച്ചു, നമ്മൾ അവനോട് ബഹുമാനമുണ്ട്, സഹതാപമുണ്ട്, സങ്കടമുണ്ട്, പക്ഷെ അനുകരണീയനല്ല. അനുകരണീയൻ ജയിച്ചവനാണ്. മരിക്കാതെ ജയിച്ചവൻ അമരൻ, അവനെ വേണം അനുകരിക്കാൻ. അപ്പോൾ ഇതായിരുന്നു സാവർക്കറുടെ ഒരു പ്രിൻസിപ്പിൾ. ഒരു ചെറിയ തെറ്റിദ്ധാരണ കൂടെ സാവർക്കറിൻ്റെ കാര്യത്തിൽ മാറ്റാനുണ്ട്. അത് സാവർക്കർ ഈ ഗോഹത്യാ നിരോധനത്തിനൊന്നും സാവർക്കർ അനുകൂലിക്കുമായിരുന്നില്ല. സാവർക്കർ വലിയൊരു ലേഖനം തന്നെ എഴുതി. സാവർക്കർ പറഞ്ഞു, നിങ്ങൾ പശുവിനെ മാതാവായിട്ട് കണ്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ സ്വയം ഒരു പശുവായിട്ട് മാറും. നിങ്ങളൊരു സാധനത്തെ ആരാധിക്കുന്നുണ്ട്, മെല്ലെ അതായിട്ട് മാറുക. ശിവം ഭൂത്വ ശിവം യജയത് എന്ന് പറയുമല്ലോ, ശിവനെ ഭജിച്ച് ഭജിച്ച് നമ്മൾ തന്നെ ശിവനായിട്ട് മാറുക. പശുവിനെ നിങ്ങൾ ആരാധിച്ച് നിങ്ങൾ പശുവായിട്ട് മാറും. പശു ഒരു ഫൈറ്റിംഗ് ക്വാളിറ്റിയുള്ള മൃഗമല്ല, പലായന സ്വഭാവമാണ് പശുവിന്. ആരെങ്കിലും തല്ലാൻ വന്നാൽ പശു ഓടും, അത് തിരിഞ്ഞു നിന്ന് ഫൈറ്റ് ചെയ്യില്ല. പഞ്ചപാവമാണ്, ആർക്കും അതിനെ ഉപദ്രവിക്കാം. അങ്ങനെയായിത്തീരും നിങ്ങൾ. പിന്നെ ചരിത്രപരമായ കാരണങ്ങളുണ്ട് പശുവിനെ കാളയൊക്കെ ആരാധിക്കുന്നത്. പുള്ളി പറഞ്ഞു, കാർഷിക സംസ്കൃതി, മനുഷ്യൻ കൃഷി ചെയ്ത് തുടങ്ങിയ കാലം മുതൽ കൃഷിയെ ഏറ്റവും അധികം സഹായിക്കുന്നതാണ് പശുവും കാളയും. അപ്പോൾ അതിനോടൊരു റെസ്പെക്റ്റും സംഗതിയൊക്കെ വന്നു. മെല്ലെ അതിനെ ഒരു ഹയർ പെഡസ്റ്റൽ പൂജിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അത് ഒരു വല്ലാത്ത രീതിയിലൊരു സംസ്കാരമായിട്ട് മാറുന്നത് ദോഷമേ ചെയ്യുള്ളൂ. എന്ന് വെച്ച് കൈ കിട്ടിയ പശുവിനെ വെട്ടിക്കൊന്ന് തിന്നുക, അതിന് സാവർക്കർ അനുകൂലിച്ചിരുന്നില്ല. ബട്ട് പശുവിനെ ഒരു ഗോമാതാവായിട്ട് ആഘോഷിച്ച് കൊണ്ട് നടക്കുന്നതിൽ വലിയ കഥയൊന്നുമില്ല എന്നാണ് സാവർക്കറുടെ അഭിപ്രായം. അപ്പോൾ അത് ഇപ്പോൾ പലർക്കും അത് അക്സെപ്റ്റബിളായ അഭിപ്രായമായിരിക്കില്ല, ബട്ട് അതായിരുന്നു സാവർക്കർ. ഒരു എ മാൻ ഹൂ വാസ് കൺവിൻസ്ഡ്. ഇപ്പോൾ മറാഠി ഭാഷയ്ക്കൊരു വ്യാകരണം എഴുതിയത് സാവർക്കറാണ്. സാവർക്കർ നാടകം എഴുതിയിട്ടുണ്ട്. അത് അന്നത്തെ കാലത്ത് വലിയ പോപ്പുലറായിരുന്നു സാവർക്കറുടെ നാടകങ്ങൾ, സാഹിത്യകൃതികൾ, കവിത എഴുതിയിട്ടുണ്ട്. ഒരു ഭാഷയ്ക്ക്, ആധുനിക മറാഠിക്ക് ഒരു വ്യാകരണം എന്ന് വെച്ചാൽ ഈ പദങ്ങളെയൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യണമല്ലോ. കാലം കുറേ കഴിയുമ്പോൾ വാക്കുകളുടെ അർത്ഥം മാറും. മലയാളത്തിൽ ഇപ്പോൾ പീഡനം എന്നുള്ള വാക്കിന് പണ്ട് പീഡനം എന്ന് പറഞ്ഞാൽ ഉപദ്രവം എന്നായിരുന്നു അർത്ഥം. ഇന്ന് പീഡനത്തിന് വേറൊരു അർത്ഥമാണ്. അപ്പോൾ ഇത് വൈയാകരണന്മാരാണ് ഈ അർത്ഥം റെഡിയാക്കിയിട്ട് വീണ്ടും ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ ആൾക്കാർ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. ഈ എന്തെങ്കിലും പറയുന്നതിന് അത് നിഷേധിക്കലല്ല, അത് ക്രോഡീകരിച്ച് അതിനൊരു ലോജിക്ക് കൊണ്ടുവന്ന് ചെയ്യുക എന്നുള്ളതാണ് വ്യാകരണക്കാരൻ്റെ പണി. ഇത് ആധുനിക മറാഠിക്ക് ഒരു വ്യാകരണം ഉണ്ടാക്കിയത് സാവർക്കറാണ്. സാഹിത്യകാരനായിരുന്നു സാവർക്കർ, സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. മഹാരാഷ്ട്രയിൽ ആദ്യമായിട്ട് എല്ലാവർക്കും കയറാവുന്നൊരു ക്ഷേത്രം പൈസ സംഘടിപ്പിച്ച് ഉണ്ടാക്കിയത് സാവർക്കറാണ്. പതീത് പാവൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട്. അന്ന് ഈ ലോവർ കാസ്റ്റിനെ അപ്പർ കാസ്റ്റ് ടെമ്പിളിൽ കയറ്റിൽ കുറേ സ്ഥലത്ത് സാവർക്കർ ബലം പ്രയോഗിച്ച് കയറ്റുകയൊക്കെ ചെയ്തു. ഫൈനലി സാവർക്കർ സ്വയം ഒരു അമ്പലം ഉണ്ടാക്കിയിട്ട് അവിടെ എല്ലാവരും കയറിക്കൊള്ളാൻ പറ്റും. ഇതായിരുന്നു സാവർക്കർ. വാസ്തവത്തിൽ സാവർക്കറുടെ സാമൂഹ്യ സംഭാവനകളാണ് രാഷ്ട്രീയ സംഭാവനകളെക്കാൾ മുന്നിട്ട് നിൽക്കുന്നത്. കാരണം രാഷ്ട്രീയത്തിൽ സാവർക്കർ ഇടപെട്ട പാടെ തന്നെ ജയിലിൽ പോയി. ജയിലിൽ നിന്ന് പിന്നെ ദീർഘകാലം തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടുതടങ്കലിൽ കിടന്നു. അങ്ങനെയൊക്കെ ആയിട്ട് 1937 സാവർക്കർ ശ്വാസം വിടുന്നത്. അപ്പോൾ എത്ര വർഷം നഷ്ടപ്പെട്ടു? 1910 മുതൽ 37 വരെ ഏകദേശം 27 വർഷം ലൈഫിൻ്റെ നല്ലൊരു പോർഷൻ
ഒന്നും ചെയ്യാതെ തടവിലായിപ്പോയി സാവർക്കർ. അപ്പോൾ അങ്ങനെ ധന്യമായൊരു ജീവിതമായിരുന്നു സാവർക്കറിൻ്റെ. ബട്ട് സാവർക്കറിൻ്റെ ഹിന്ദുത്വ വളരെ കോൺട്രവേഴ്സ്യൽ ഒരു വിഷയമാണ്. ഈ പലരും മനസ്സിലാക്കാത്തൊരു കാര്യം, സാവർക്കറിൻ്റെ ഹിന്ദുത്വ ബൈ ആൻഡ് ലാർജ് ഒരു പൊളിറ്റിക്കൽ ഹിന്ദുത്വമായിരുന്നു, രാഷ്ട്രീയ ഹിന്ദുത്വമായിരുന്നു. അതുകൊണ്ടാണ് RSS സാവർക്കറിൽ നിന്നൊരു നിശ്ചിതാകലം എപ്പോഴും പാലിച്ചത്. സാവർക്കർ പൊളിറ്റിക്കൽ ഹിന്ദുത്വമാണ് മുന്നോട്ട് വയ്ക്കുന്നത്, RSS കൾച്ചറൽ ഹിന്ദുത്വമാണ്. RSS ഹിന്ദുത്വം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല. RSS ഹിന്ദുത്വം എന്നുള്ള വാക്ക് ഈ രാമജന്മഭൂമി ബഹളമൊക്കെ തുടങ്ങിയപ്പോൾ 1991 മുരളി മനോഹർ ജോഷിയാണ് ആദ്യമായിട്ട് ഹിന്ദുത്വ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുവരെ അത് സാവർക്കറുടെ ഹിന്ദുത്വ എന്നുള്ള പുസ്തകവും അവരുടെ തിയറിയൊക്കെ ആയിട്ട് അതങ്ങനെ കിടന്നിരുന്നു. RSS ഒരിക്കലും അത് എടുത്തിരുന്നില്ല. പിന്നീട് ചില കാര്യങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഹിന്ദുത്വ എന്നുള്ള വാക്ക് കൊള്ളാം എന്ന് തോന്നിയിട്ട് ആ വാക്ക് എടുക്കുകയായിരുന്നു. സാവർക്കറും ഗോൾവൽക്കറും ഇവർ തമ്മിൽ വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഇൻഡിഫറൻ്റ് ആറ്റിറ്റ്യൂഡായിരുന്നു. അയാൾക്ക് അയാളുടെ കാര്യം, എനിക്ക് എൻ്റെ കാര്യം എന്നുള്ള രീതിയിലാണ് രണ്ടുപേരും മരണം വരെ പോയത്. ബട്ട് സാവർക്കർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുജി പൂനെയിൽ വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ശവദാഹത്തിന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് 2500 സ്വയം സേവകർ ഗണവേഷത്തിലൊക്കെ പോവുകയൊക്കെ ചെയ്തു. ബഹുമാനിച്ചിരുന്നു പരസ്പരം, ബട്ട് ഇൻഡിഫറൻ്റ്, ഒരു നിശ്ചിതാകലം പാലിച്ചിരുന്നു. ഇന്ന് സവാർക്കർ സ്മൃതി ദിനത്തിൽ സവാർക്കറിനെ കുറിച്ചുള്ള കുറേ വിലയേറിയ വിവരങ്ങൾ അങ്ങ് പറയുണ്ടായി. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.